ഈ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഈ നമ്മൾ ഇതുവരെ എല്ലാം 3 ഡയമെൻഷണൽ കേസുകളായിരുന്നു പഠിച്ചത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്നൊക്കെ പറയുമ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ അങ്ങ് ഒഴിവാക്കിക്കാം. അത് ആ ഒരു ഏരിയയിലേക്ക് നമ്മളിനി പോകുന്നില്ല. നമ്മളിനി 2 ഡയമെൻഷണൽ കേസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകൾ മാത്രമേ നമ്മളിനി നോക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ കേസുകളിൽ ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിന്റെ കേസുകളിൽ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ കൺസെപ്റ്റ് അത്ര ക്ലിയർ ആയിട്ടില്ല എങ്കിലും നമുക്ക് അതിന്റെ പ്രോബ്ലത്തിൽ ചെയ്യാൻ എളുപ്പമാണ്. പ്രോബ്ലത്തിലേക്ക് വരാം. ഇപ്പോ ഇനി അങ്ങോട്ടെന്ന് പറയുമ്പോൾ 3 ഡയമെൻഷൻ അല്ല, 2 ഡയമെൻഷൻ ആണ് കണ്ടീഷൻ. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഇനി അങ്ങോട്ടേക്കുള്ള കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിരിക്കണം. കാരണം കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിരിക്കും ഇനി വരുന്ന പ്രോബ്ലംസ് എല്ലാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളും ഇനി വരുന്ന മൊഡ്യൂളും തമ്മിൽ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ, അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോൾവ്സ് ഏരിയാസിൽ വരുന്ന ടോപ്പിക്കുകളുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതിലൊരു ഒരു സീരീസ് ഓഫ് സെറ്റ് ഓഫ് പ്രൊസീജിയർ ഉണ്ട്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഇതിൽ ഒരുപാട് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ഏരിയാസ് ഒന്നും അതിലങ്ങനെ ഒരുപാട് ചോദിക്കാനില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കില്ല. കാരണം ഒന്നാമത് നിങ്ങൾ ഇത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ഒരു പോർഷനിൽ വരുന്ന അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത ആ ഒരു ഓറിയന്റേഷൻ മാത്രമേ, ഇപ്പൊ ഈവൻ അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോൾവ്സ് വരെ അതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഫൈൻ. ഇനി അങ്ങോട്ട് വരുമ്പോൾ ടോർഷൻ പോലത്തെ കൺസെപ്റ്റ് വരുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ നോർമൽ ലൈഫിൽ കാണുന്ന പല എക്സാമ്പിളുകളുമാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ 3 ഡയമെൻഷണൽ കേസ് വരുമ്പോൾ സ്ട്രെസ് അറ്റ് എ പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അത് നമുക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് റിലേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് സത്യമാണ്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെയും നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ അതൊന്ന് അനലൈസ് ചെയ്യാൻ, സ്വയം അനലൈസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇനി അങ്ങോട്ടേക്ക്. അപ്പൊ എന്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള പ്രോബ്ലംസ് പറയുമ്പോൾ പ്രോബ്ലംസ് പലതരത്തിലുള്ള ട്വിസ്റ്റഡ് പ്രോബ്ലംസും ചോദിക്കാം. അതാണ് അതിലൊരു ഓപ്ഷൻ. ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട് ഈ കണ്ടന്റുകളെ കുറിച്ച്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം പല രീതിയിലും പ്രോബ്ലംസ് ചോദിക്കാം. സോ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് ആൻഡ് ദ കൺസെപ്റ്റ് പ്രോപ്പർലി. വളരെ ക്ലിയർ ആയിട്ടുണ്ടാവണം. ഒരുവിധം എല്ലാ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാത്തിലും ഉള്ള വൺ ഓഫ് ദ മെയിൻ കണ്ടന്റ് ആണ് ഈ പറയുന്ന അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഓക്കെ, ഇതെല്ലാത്തിലും അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പ്രോബ്ലംസ് ഇല്ലാത്ത, അല്ല സോറി, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പ്രോബ്ലം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവില്ല. ഈവൻ നിങ്ങൾ PSC തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഉണ്ടാവും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ വിത്ത് ദിസ് ബാക്ക്ഗ്രൗണ്ട്, ലെറ്റ് us move on to the module 3. Okay, right. So module 3 will first deal with torsion. Okay, പഴയ സീനിയേഴ്സിന്റെ സിലബസിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് കണ്ടന്റ് ആണ് ടോർഷൻ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ടോർഷൻ. ഇത് കുറച്ചൊരു വലിയൊരു മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, മെയിൻലി അബൌട്ട് ടോർഷൻ. ഓക്കെ, ടോർഷൻ കൺസെപ്റ്റ് വരും. പിന്നെ അതുപോലെ തന്നെ ദ ടെക്നിക് ഓഫ് ഡ്രോയിങ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഷുവർ ആണ്, റൈറ്റ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, റൈറ്റ്. ആൻഡ് തേർഡ് വൺ ഈസ് യുവർ ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, ബെൻഡിങ് സ്ട്രെസ്. ഈ 3 ഏരിയ ആണ് മെയിൻലി ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ടോർഷൻ. എന്താണ് ടോർഷൻ എന്താണ് ടോർഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും ഫസ്റ്റ് ഇയർ തൊട്ടും. ഓക്കെ, എന്താണ് ടോർഷൻ ഒന്ന് പറഞ്ഞു. വാട്ട് ഡു യു മീൻ ബൈ ടോർഷൻ? What do you mean by torsion? അറിയില്ല. ടോർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്. എന്താ ടോർക്ക്? എന്തായിരുന്നു ടോർക്ക്? റൊട്ടേറ്റിംഗ് ഫോഴ്സ്. എന്തായിരുന്നു? റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ടോർക്ക്. ടോർഷൻ ഹാസ് സംതിങ് ടു ഡു വിത്ത് ടോർക്ക്, റൈറ്റ്. ഒരു സെക്കൻഡ്. Okay, so torsion has something to do with torque, right? നമുക്ക് എന്താണ് നോക്കാം, എന്താണ് ടോർഷൻ, എന്താണ് ടോർക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. Now,
Actually, torsion എന്ന് പറയുന്നത് it actually refers to twisting of a straight bar. Okay, the process of twisting uh, of a straight bar, right? Now, ഞാൻ പറയാം, നമുക്ക് നിങ്ങൾ വീഡിയോയിലേക്ക് നോക്കുക, കാണുന്നില്ലേ? Right. See, if suppose I'm having an object, okay, ഞാനിത് ഇത് ഞാൻ ഫോർ എക്സാമ്പിൾ ഇത് നമുക്കൊരു സാനിറ്റൈസർ ബോട്ടിലാണ്, right? നമുക്ക് ഞാൻ ഇതിനെ ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ് ഈ എൻഡിൽ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ ഇവിടെ പിടിച്ചു, റൊട്ടേറ്റിംഗ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എനിക്കറിയാം എന്ത് സംഭവിക്കും, ഇത് തുറന്നു വരും, ശരിയല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ റൊട്ടേറ്റ് ആണെങ്കിൽ ഇത് തുറന്നിട്ട് എനിക്ക് രണ്ട് പീസസ് ആയിട്ട് കിട്ടും, റൈറ്റ്? ഹലോ, അപ്പൊ ഞാനിവിടെ സത്യം പറഞ്ഞാൽ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്, എനിക്കിത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ ഈ ബോട്ടിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, ഇത് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് ഒരു ടോർക്കാണ്, അല്ലെ? റൊട്ടേറ്റിംഗ് ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ എൻഡിൽ ത്രെഡഡ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇത് റൊട്ടേറ്റ് ചെയ്ത് എനിക്കിത് തുറന്നെടുക്കാൻ പറ്റുള്ളൂ. സിമിലർലി തിരിച്ച് apply the rotating force on it. But after a particular level, for example, now if this complete ഈ ഒരു എൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ ഫിക്സ് ചെയ്ത് വെച്ച് വിചാരിക്കും, ഓക്കെ, കംപ്ലീറ്റ് എൻഡ് ഞാനിവിടെ ഫിക്സ് ചെയ്ത് വെച്ചു, ആൻഡ് ദെൻ ഐ എം അപ്ലൈയിങ് എ ഫോഴ്സ്, റൊട്ടേറ്റിംഗ് ഫോഴ്സ്, ഓക്കെ. അതിനുശേഷം ഞാൻ എന്റെ മുകളിൽ ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇത് ഫിക്സ്ഡ് അല്ല എങ്കിൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് എന്ത് സംഭവിക്കും, ഇത് റൊട്ടേറ്റ് ചെയ്യും, അല്ലെ? ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന് ഇവിടെ റൊട്ടേഷൻ സംഭവിക്കും. നോ, എന്റെ അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന് എന്ത് ചെയ്യും, ഈ മെറ്റീരിയൽ റെസിസ്റ്റ് ചെയ്യും, അല്ലെ? റൊട്ടേഷൻ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ എന്ത് സംഭവിക്കും, വീണ്ടും ഫോഴ്സ് കുറച്ചുകൂടെ കൂട്ടി 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 വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ദിസ് ദിസ് ബോട്ടിൽ വിൽ ട്വിസ്റ്റ്, അല്ലെ? അതങ്ങ് ട്വിസ്റ്റ് ആയി പോകും, റൈറ്റ്? ഒരു സൈഡിലേക്ക് അതങ്ങ് ഒരു പോയിന്റ്, ഞാൻ ഒരു പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യണമെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യണമെങ്കിൽ ആഫ്റ്റർ സം ടൈം ഈ പോയിന്റിന്റെ പൊസിഷൻ കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടാവും, അല്ലെ? ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ട്വിസ്റ്റിംഗ്, റൈറ്റ്? സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ടോർഷൻ കണ്ടീഷൻ. ഇതാണ് ബേസിക് ടോർഷൻ അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ടോർക്ക് കൊണ്ടാണ്, അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് കൊണ്ടാണ് ഇവിടെ ഈ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത്, റൈറ്റ്? Now with this background information നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. സോ നമ്മൾ ഈ ഒരു കേസാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. എന്താണ് ട്വിസ്റ്റിംഗ്, എങ്ങനെയാണ് ടോർക്ക്, എങ്ങനെയാണ് നമുക്ക് ഒരു ടോർക്ക് സംഭവിക്കുന്ന സമയത്ത് മെറ്റീരിയൽ നമുക്ക് എന്തൊക്കെ കാണണം നമുക്ക് ഇവിടെ നോക്കാം. ജസ്റ്റ് ഒന്നുകൂടെ വീഡിയോയിലേക്ക് നോക്കാം. ഇപ്പൊ അത് ഫിക്സ് ആണ്, ഞാനിവിടെ ലോഡ് അപ്ലൈ ചെയ്യുന്നു, ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ട്വിസ്റ്റ് ആവും, അല്ലെ? ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞാൽ ഇനീഷ്യലി ദ മെറ്റീരിയൽ വിൽ ട്രൈ ടു ഒപ്പോസ് ദ ഫോഴ്സ്, അല്ലെ? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് മെറ്റീരിയലിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനേക്കാളും കൂടുതലാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇത് പതുക്കെ ഡീഫോം ആവും, മെറ്റീരിയൽ ഡീഫോം ആവും, ആംഗുലാർ ഡീഫോർമേഷൻ ആണ് ഇവിടെ സംഭവിക്കുക, ശരിയല്ലേ? ഇവിടെ സംഭവിക്കുന്ന ഡീഫോർമേഷൻ ആംഗുലാർ, ആക്സിയൽ അല്ല. നമ്മൾ പിടിച്ചു വലിക്കുന്ന സമയത്ത് എന്താ, ഇത് വലിയും ആക്സിയൽ ഡയറക്ഷൻ. പക്ഷെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാല് there is an angular deformation, അല്ലെ? Therefore the deformation for the case when torque is applied, the deformation is actually theta, or angular deformation theta, right? So from subject point of view, നമ്മൾ ടോർഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അറിയേണ്ട കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. എനിക്ക് എത്ര ടോർക്ക് വരെ അപ്ലൈ ചെയ്യാം, ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ എത്രത്തോളം റൊട്ടേറ്റിംഗ് ഫോഴ്സ് എനിക്ക് അപ്ലൈ ചെയ്യാം, സച്ച് ദാറ്റ് ഈ ഒരു എന്താണ് ഡീഫോർമേഷൻ സീറോ, ഡീഫോർമേഷൻ ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഇത്ര ഡീഫോർമേഷൻ വരെ വരാൻ എനിക്ക് എത്ര ടോർക്ക് കൊടുക്കാം, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും, അല്ലെ? അപ്പൊ ഈ ടോർക്കും ഈ റൊട്ടേറ്റിംഗ് ടോർക്കും ഇവിടുത്തെ ആംഗുലാർ ഡീഫോർമേഷൻ തമ്മിൽ എന്താണ് ബന്ധം, അല്ലെ? ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ ഡീഫോർമേഷൻ തീറ്റ? സോ അത് നമുക്കറിയണം, അല്ലെ? കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിപ്പോ എടുക്കുന്ന ഒരുവിധ എല്ലാ മെറ്റീരിയൽസും നോക്കിയാലും ഇപ്പൊ പിന്നെ പവർ ട്രാൻസ്മിഷനിലെ ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ടോർക്ക് ഉണ്ട്, അല്ലെ? പവർ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുക? പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പുള്ളി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓട്ടോമൊബൈലിന്റെ കേസിൽ, അല്ലെ, അതിന്റെ അകത്തുള്ള ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? ടയറിന്ന് നമ്മുടെ ആക്സിലേക്ക് പോകുമ്പോൾ തന്നെ എന്താണ് അവിടെ ഒരു റൊട്ടേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ എന്താ, ഒരു ഷാഫ്റ്റ് റൊട്ടേഷൻ ആണ് സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് ദർ ഇസ് എ റൊട്ടേറ്റിംഗ് ഫോഴ്സ്. ഈ റൊട്ടേറ്റിംഗ് ഫോഴ്സ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, മെറ്റീരിയൽ ഇസ് റൊട്ടേറ്റിംഗ്, റൈറ്റ്? അത് ഇപ്പൊ ഓട്ടോമൊബൈലിന്റെ കേസിൽ എടുത്താലും ഇനി ഏത് മെഷീൻ കോമ്പണന്റ് എടുത്ത കേസിൽ, ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മില്ലിൽ പോയി കഴിഞ്ഞാൽ എന്താ കാണാം, ഒരുപാട് പുള്ളി, പിന്നെ അതുപോലെ ബെൽറ്റ് സിസ്റ്റം കാണാം. പക്ഷെ അത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഷാഫ്റ്റിലേക്കാണ്. ഷാഫ്റ്റ് വിൽ റൊട്ടേറ്റ്, അല്ലെ? ഷാഫ്റ്റ് വിൽ റൊട്ടേറ്റ്, right? So wherever there is a rotation, there is a torque. Torque ഉണ്ടെങ്കിൽ there is a torsion. Okay, so you need to learn about the effect of torque, അല്ലെങ്കിൽ you need to know about the effect of the relationship between the torque and deformation. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ ഇത്ര ടോർക്ക് മാത്രമേ ഇതിൽ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഷാഫ്റ്റില് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പവർ ഇത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം, അല്ലെ? റിയൽ ലൈഫ് ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് വേറെ തിരിച്ചെടുക്കാം.
എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് പിന്നെ ഒരു 100 kW പവർ എനിക്ക് പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഒരു മോട്ടറിന്ന് ഒരു ഇത്ര എമൗണ്ട് ഓഫ് ടോർക്ക് എനിക്ക് പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോ പിന്നെ അങ്ങനെയാണെങ്കിൽ ആ ഷാഫ്റ്റിന്റെ ഡയാമീറ്റർ ഞാൻ എത്ര എടുക്കും? മിനിമം ഡയമീറ്റർ, ഷാഫ്റ്റിന്റെ എത്ര മിനിമം ഡയമീറ്റർ എനിക്ക് കൊടുക്കാം എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെയുണ്ട്. ടു ആൻസർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് യു നീഡ് ടു ലേൺ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ടോർഷൻ. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് ടോർഷൻ കൺസെപ്റ്റ് അറിയണം. ടോർഷനിലേക്ക് വരാം. So with this big background, let us move on to the lecture. Right. Fine. Okay. Alright. So a basic definition പറയുകയാണെങ്കിൽ your torsion refers to twisting of a straight bar. Okay. So your torsion refers to twisting of a straight bar subjected to a rotating force. Subjected to a rotating force or torque. Right. So simply see, we can define this torque as the moment that is causing moment that causes the rotation is called your torque. അങ്ങനെ പറയാം അല്ലെ? Now നമ്മൾ ഈ ഒരു കേസിൽ ടോർക്കിന്റെ കേസിൽ നമ്മൾ നോർമൽ ഷാഫ്റ്റിനെ നോർമൽ സിലിണ്ടറിക്കൽ ബാറിനെ നമ്മൾ പറയുന്നത് ഷാഫ്റ്റ് എന്നാണ്. ഓക്കെ, സിലിണ്ടറിക്കൽ ബാർ ഇൻ ജനറൽ ഈസ് കോൾഡ് ഷാഫ്റ്റ്. അപ്പൊ നോർമലി നമ്മളൊരു പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഒരു ബീം അല്ലെങ്കിൽ ബാർ എന്ന് പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഷാഫ്റ്റ് എന്നും പറയാം. ഓക്കെ, right. So cylindrical member that are subjected to torque and transmit power are called the shaft. നമുക്ക് ഷാഫ്റ്റിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. cylindrical members that are subjected to torque, that are subjected to torque and transmit power is called a shaft. Right. Okay. So ഈ രണ്ട് ടേംസ് നോട്ട് ചെയ്യാം. എന്താണ് ടോർഷൻ, എന്താണ് ഷാഫ്റ്റ്. Okay. Now we'll be dealing with the pure torsion condition. Okay. Okay. നമുക്ക് ഇവിടെ നമ്മൾ ഒരു ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. സോ പ്യൂർ ടോർഷൻ എന്ന് പറയുമ്പോൾ മെറ്റീരിയലിൽ ടോർക്ക് മാത്രം ആക്ട് ചെയ്യുന്ന കേസാണ്. അതിൽ വേറെ ആക്സിയലിനോടോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു ഷാഫ്റ്റ് ഈസ് ഡയറക്ട്ലി സബ്ജക്റ്റഡ് ടു എ ടോർക്ക് ടി. ഓക്കെ, ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ് മാത്രം വരുന്ന കേസാണ് പ്യുവർ ടോർഷൻ അല്ലെങ്കിൽ പ്യുവർ ടോർക്ക് കണ്ടീഷൻ. നമുക്ക് ഈ പ്യുവർ ടോർക്ക് കണ്ടീഷനിലെ കേസസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ ഇനി ഇവിടെ പ്യൂർ ടോർഷന്റെ കേസിൽ നമ്മൾ വി ആർ ഗോയിങ് ടു ഡിറൈവ് എ ടോർക്ക് ഇക്വേഷൻസ്. വി ആർ ആക്ച്വലി ഗോയിങ് ടു ഡിറൈവ് എ ടോർക്ക് ഇക്വേഷൻ. അവർക്ക് ഇവിടുത്തെ ഒരു ബേസിക് ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ ടോർക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് between torque and displacement, torque and shear stress. Okay, ഈ ടോർക്ക് കൊണ്ട് അതിലുണ്ടാവുന്ന സ്ട്രെസ് എത്രയാണ്? സിമിലർലി torque and radius of the bar. Okay, so we are actually going to find out the relationship between these three quantities. Okay, torque and displacement നമ്മൾ എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ if I am applying a torque T in സമയം വെച്ചാൽ if suppose ഇതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ്, ഞാൻ ഒരു പോയിന്റോട് സെലക്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു പോയിന്റിനോട് സെലക്ട് ചെയ്യണം. Let this point be A. Okay, so after rotation അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് കഴിയുമ്പോൾ this A will move over here, so this will be a new point and this is theta. അപ്പൊ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ടോർക്ക് എത്ര ടോർക്ക് അപ്ലൈ ചെയ്യണം ഈ മെറ്റീരിയലിൽ ഇത്രയും ഡിഫോർമേഷൻ വരും. സോ യു നീഡ് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് ടോർക്ക് ആൻഡ് തീറ്റ. ആൻഡ് ഓൾസോ ഈ ടോർക്ക് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയലിൽ എത്രത്തോളം ഷിയർ സ്ട്രെസ് ഉണ്ടാവും, ഓക്കെ, ഉണ്ടാവും. സിമിലർലി when the radius changes, what happens to the
magnitude of torque. ഇത്രയും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. Okay. So we'll start with the torque derivation. Okay. The theory of torsion, which is also called a torsion equation. Torsion equation or theory of torsion. Okay. അതായത് ഇപ്പൊ എന്റെ കൂടെ ഇല്ലേ അല്ലേ? ഇതുവരെ പറഞ്ഞ ബേസിക് കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആണോ? Yes, sir. Yes, sir. അവർ 9:20 വരെ അല്ലേ? Now, see, നമ്മൾ ഏതൊരു ഡെറിവേഷനിലേക്ക് പോകുമ്പോഴും there are certain assumptions. കാരണം വെച്ചാൽ പിന്നെ ഒരു ഇപ്പൊ മെക്കാനിക്സ് സോഴ്സിലായാലും അല്ലെങ്കിൽ ഇൻ ജനറൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു റിയൽ കേസ് വെച്ചിട്ട് നമ്മൾ ഒരു ഡെറിവേഷനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യും. അസ്യൂം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് എക്സാക്ട് ആൻസർ കിട്ടില്ല, ബട്ട് മോർ ഓർ ലെസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ആക്ച്വൽ ആൻസർ എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മളെ ഒരു 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 പിന്നെ റിയൽ ലൈഫ് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് വിത്തിൻ ഒരു ടൈം ലിമിറ്റ് അകത്ത് ആ പ്രോബ്ലം ചെയ്യണം. റൈറ്റ്. മിനിമം എക്സ്പെൻഡിച്ചറിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തണം. ഓക്കെ. ഇതാണ് നമ്മുടെ ആവശ്യം. അതേപോലെ ഒരു മെഷീൻ കോമ്പണന്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഒരു മെഷീന്റെ ഒരു പാർട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അത് ഒരുപാട് കാലം അത് നിലനിൽക്കണം. റൈറ്റ്. അപ്പോൾ എക്സാക്ട് വാല്യൂ തന്നെ എല്ലാ പ്രോബ്ലത്തിന്റെയും എക്സാക്ട് സൊല്യൂഷൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. കാരണം മോർ ഓർ ലെസ് അതിനൊരു അപ്രോക്സിമേറ്റ് വാല്യൂ, ഫോർ എക്സാമ്പിൾ 10 ആണെങ്കിൽ ആക്ച്വൽ വാല്യൂ വരുന്നെങ്കിൽ എനിക്കൊരു 10.9 അല്ലെങ്കിൽ 10.1 അല്ലെങ്കിൽ 9.1 കിട്ടിക്കഴിഞ്ഞാലും അത് ഓക്കെയാണ്. കാരണം എനിക്ക് ഓൾമോസ്റ്റ് അത് ബേസ് ചെയ്തിട്ട് കുറച്ചൊരു ഒരു സേഫ്റ്റി ഫാക്ടറും കൂടെ അതിന്റെ കൂടെ കൂട്ടിയിട്ട് എനിക്കത് ഡിസൈൻ ചെയ്യാം. സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദിസ് കോംപ്ലക്സിറ്റി there are certain assumptions in almost every derivations. Okay. അതിൽ ഓരോ assumption നമ്മൾ ഒഴിവാക്കുമ്പോഴും അത് പുതിയൊരു തിയറി ആയിട്ട് വരും. Okay. So based on that, there are different assumptions. We'll start with the assumptions in the torsion equation or equation of torsion. Okay. So the assumptions are as follows. There are following assumptions. The first assumption is that the material of the shaft is, ഇത് വളരെ important ആണ്, of the shaft is homogeneous and isotropic. Homogeneous and isotropic. Okay, already I terms പറഞ്ഞതാണ്. ഇപ്പോൾ പറഞ്ഞ എന്താണ് homogeneous? Material of the shaft is homogeneous and isotropic. So what do you mean by homogeneous? Or no? Homogeneous, isotropic. ഒരേ ടൈപ്പില് സെയിം ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ഓക്കെ. സെയിം ക്യാരക്ടറിസ്റ്റിക്സ്, സെയിം പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ. സെയിം പ്രോപ്പർട്ടി എങ്ങനെയാണ്? നമുക്ക് മെറ്റീരിയൽസിനെ നമുക്ക് നോർമൽ നമുക്ക് കാണാവുന്ന എല്ലാ മെറ്റീരിയൽസും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താ പറയുക? ഒന്ന് ഹോമോജീനിയസ്, ഐസോട്രോപിക്, പിന്നെ ഓർത്തോട്രോപിക്. എന്തൊക്കെയാണെന്ന് പറയാം. ഓർത്തോട്രോപിക്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഹോമോജീനിയസ് ആണ്. ഹോമോ എന്ന് പറയുന്നത് ശരിക്കും സെയിം എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ the material properties, okay, if you consider a material, the material properties in a direction are all same. Okay. See, material property ഏത് പോയിന്റ് നിന്നും ഒരു ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ the properties are same. Okay. properties same along a particular direction. Okay. Now, isotropic എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. ഓക്കെ. The properties are same
along all direction at a point. Okay, so എല്ലാ ഡയറക്ഷനും ഈ ഒരു പ്രോപ്പർട്ടി സെയിം ആയിരിക്കും, റൈറ്റ്? അപ്പോൾ ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും ഓരോ ഡയറക്ഷനിലേക്ക് സെയിം ആണ്. സിമിലർലി ഓരോ പോയിന്റിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും സെയിം ആണ്. അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോർമലി യുവർ മൈൽഡ് സ്റ്റീൽ ഇതൊക്കെയാണ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് ആയിട്ടുള്ള മെറ്റൽസ്. നോർമലി യു കൻ ആർ കമ്മിങ് അണ്ടർ ദിസ് കാറ്റഗറി. ഓക്കെ, ഓർത്തോട്രോപിക് എന്ന് പറഞ്ഞാൽ ഓർത്തോ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, അല്ലെ? അലോങ് 90 ഡിഗ്രി the properties are different. Okay, the properties are different along the ortho directions for the vertical or ഒരു സെക്കൻഡ്. Right. So the properties are different along the vertical directions. അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ വുഡ്. ഓക്കെ, നമ്മളിപ്പോൾ സാധാരണയായിട്ട് കാണുന്ന വുഡ്, അല്ലെ? നമുക്കൊരു മരത്തടി എടുത്തിട്ട് ഒരു കാര്യം പറയാം. നമുക്ക് മരത്തടി ഒരു തടി കഷ്ണം എടുത്തിട്ട് അതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലും അതുപോലെ അതിന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ പിടിച്ച് രണ്ട് പീസ് ആക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു വുഡിന്റെ പീസ് എടുത്താല് അങ്ങനെയാണ് വരിക, അല്ലെ? ഒരു വുഡ് പീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അതിൽ ലേയേർഡ് സ്ട്രക്ചേഴ്സ് ആണ്, റൈറ്റ്? ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കൊരു വുഡ് പീസ് എടുക്കാം. നമുക്ക് ഒരു കാർപ്പൻറ്റർ എടുക്കില്ല, ഒരു വുഡ് പീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു റെക്ടാങ്കുലർ വുഡ് പീസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാർപ്പൻറ്റർ ഒക്കെ ചെയ്ത ആൾക്കാരാണ്, അല്ലെ? അപ്പോ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴാണോ മെറ്റീരിയലിന് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക, അല്ല ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴാണോ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക? Let this be my first direction, let this be my second direction. ഒന്ന് പറഞ്ഞു, ഏത് ഡയറക്ഷൻ സെയിം ഡയമെൻഷൻ ആണ്. ഓക്കെ, let this be ഇതെല്ലാം ആണെങ്കിൽ ഇതും എല്ലാം തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് ഡയറക്ഷനിൽ പിടിച്ച് വലിക്കുമ്പോഴാണ് മെറ്റീരിയൽ പെട്ടെന്ന് പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാം? 1 or 2? ഫസ്റ്റ് ഡയറക്ഷൻ ആണ്. നമുക്ക് പിന്നെ വുഡിന്റെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. ലേയേർഡ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവും, ഇതുപോലെ, അല്ലേ? ശരിയല്ലേ? ഇങ്ങനെയാണ് സ്ട്രക്ചർ എങ്കിൽ, ഓക്കെ, ആ ലേയറിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഏത് ഡയറക്ഷനിൽ വലിച്ചാലാണ് പെട്ടെന്ന് നമുക്ക് രണ്ട് പീസാക്കി കിട്ടുക? സെക്കൻഡ് ഡയറക്ഷൻ, അല്ലെ? കാരണം എന്താ, ഈ ലേയേഴ്സിലൂടെ ഇതിനെ രണ്ട് പീസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ദ പ്രോപ്പർട്ടി അലോങ് ദിസ് ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് അലോങ് ദ ഡയറക്ഷൻ 1 ആൻഡ് സ്ട്രെങ്ത് അലോങ് ദ ഡയറക്ഷൻ 2 ആർ ഡിഫറെന്റ്, അല്ലെ? The properties along the two directions are different. Such type of materials are called orthotropic materials. Okay, ഇവിടെ നമ്മളിപ്പോൾ എടുത്ത മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ നമ്മളിപ്പോൾ പറഞ്ഞ ടോർഷൻ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ടോർഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഇതുപോലത്തെ മെറ്റീരിയലിന് അപ്ലിക്കബിൾ അല്ല. അപ്പൊ വുഡിലൊന്നും ഈ ഒരു ടോർഷൻ ഇക്വേഷൻ അപ്ലിക്കബിൾ അല്ല, അല്ലെ? ഏതിനാണ് അപ്ലിക്കബിൾ ആവുന്നത്? ഓൺലി ഫോർ ദ മെറ്റീരിയൽ വിച്ച് ഇസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. എന്ന് വെച്ചാൽ എല്ലാ ഡയറക്ഷനിലും രണ്ട് ഡയറക്ഷനിലും പ്രോപ്പർട്ടി സെയിം ആയിരിക്കണം, ആൻഡ് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള എല്ലാ ഡയറക്ഷനിലേക്കും പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കണം. അങ്ങനത്തെ മെറ്റീരിയൽസിന്റെ കേസിൽ മാത്രമേ ഈ പറയുന്ന ടോർഷൻ ഇക്വേഷൻ വാലിഡ് ആയിട്ടുള്ളൂ. ഓക്കെ, അല്ലാത്ത കേസുകൾ, അല്ല വുഡിന്റെ ടോർഷന്റെ കേസിലൊന്നും ഈ ഇക്വേഷൻ എടുത്തിട്ട് കാര്യമില്ല. യു വിൽ ഗെറ്റ് എ റോങ് ആൻസർ. സോ ദ മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. എന്ന് പറഞ്ഞാൽ ഓരോ അസംഷനും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് അസംഷൻ ഈസ് the shaft is uniform circular or tubular section throughout. Shaft is uniform circular or tubular throughout. എന്ന് വെച്ചാൽ ഷാഫ്റ്റ് ഒന്നെങ്കിൽ യൂണിഫോം സർക്കിൾ സോളിഡ് സർക്കിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ട്യൂബുലാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹോളോ സർക്കിൾ ആയിരിക്കണം. അപ്പോൾ ഇൻ എഫക്ട് ക്രോസ് സെക്ഷൻ മസ്റ്റ് ബി സർക്കിൾ. ഓക്കെ, സർക്കുലർ ക്രോസ് സെക്ഷൻ ആയ കേസ് മാത്രമേ എന്ത് പറ്റുള്ളൂ, നമുക്ക് പിന്നെ ടോർഷൻ ഇക്വേഷൻ വാലിഡ് ആയിട്ടുള്ളൂ. ഇനി നേരെ മറിച്ച്
ഒരു റെക്ടാങ്കുലർ പീസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദിസ് ഈസ് നോട്ട് വാലിഡ്. ഈ ഒരു കേസിലും നമുക്ക് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആക്ച്വലി സ്പീക്കിംഗ് ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഏറ്റവും തെറ്റായ റിസൾട്ട് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ദ ടു അസംപ്ഷൻസ്, ഫസ്റ്റ് വൺ ദ മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. സെക്കൻഡ് അസംപ്ഷൻ ദ ഷാഫ്റ്റ് ഈസ് യൂണിഫോം സർക്കുലർ. ആൻഡ് ദ തേർഡ് അസംപ്ഷൻ ഈസ് ദാറ്റ് the twist along the shaft is uniform. Okay, we are assuming that the twist along the shaft is യൂണിഫോം. എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയലിനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു ടോർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി ഇതാണ് പൊസിഷൻ എങ്കിൽ ഇത് ഇങ്ങനെയാണ് ട്വിസ്റ്റ് ആയി വരിക അല്ലെ. സോ ദിസ് ട്വിസ്റ്റ് ഇസ് യൂണിഫോം എന്ന് പറഞ്ഞാൽ ലീനിയർലി ആണ് ഇത് വെയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ലോഡിനനുസരിച്ചിട്ട് ഇവിടുത്തെ ഡിഫോർമേഷൻ അതായത് യൂണിഫോം ആയിട്ടാണ് അവിടെ twist ഉണ്ടാവുന്നതാണ്. Right. And the fourth assumption is that stresses do not exceed the limit of proportionality. Stresses do not exceed the limit of proportionality. Okay, എന്ന് വെച്ചാൽ the torque is within, നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരക്കുകയാണെങ്കിൽ is within the elastic limit. എന്ന് വെച്ചാൽ അത് നമുക്ക് അവിടുത്തെ ടോർക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ the material has the tendency to go back to the initial position. അപ്പൊ ചെറിയ വളരെ ചെറിയ ടോർക്കിന്റെ കേസിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. Stresses do not exceed the limit of proportionality. Okay, and this fifth one is a very important statement. All diameter which are straight before twist, all diameters which are straight before twist remains straight after twist. ഓക്കെ, ഡയമീറ്ററിൽ വേറെ ചേഞ്ചസ് ഒന്നും വരില്ല. ട്വിസ്റ്റ് ആവുന്നേ ഉള്ളൂ, ഡയമീറ്റർ അതുപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഡയമീറ്ററിൽ വേറെ വേരിയേഷൻസോ ഒരു ഡിക്രീസോ ഇൻക്രീസോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് നമ്മളെ ദിസ് ഇസ് എ വെരി 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 ഇമ്പോർട്ടന്റ് അസംപ്ഷൻ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് അസംപ്ഷൻ. ഓക്കെ, റൈറ്റ്. So these are the basic assumptions. So the main five important assumptions. There are further assumptions as well. There is a normal cross section of the shaft. It's just plain. Okay, sixth assumption. It is important. Normal cross section of the shaft. Normal cross section of the shaft, which was plain and circular. Before twist remains straight and circular after twist. Okay, so these are the important assumptions for the theory of torsion. Okay, ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ കേസിൽ മാത്രമേ ടോർഷൻ ഇക്വേഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ സർക്കുലർ ക്രോസ് സെക്ഷന്റെ കേസിൽ മാത്രമേ ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. And then the next assumption is that a twist is uniform and the stresses do not exceed the limit of proportionality. So within the elastic limit or within the limit of proportionality and a complete torque ഉണ്ടാവുന്നത്. Right, and all diameters which were straight before twist remain straight, and similarly the normal cross section of the shaft which was plain and circular before twist remains straight and circular after twist. So these are the basic important assumptions of theory of torsion. Okay, the derivation നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത് നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇല്ലേ? Yes, sir. ഓക്കെ, ഡെറിവേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതില് ടോർഷൻ പ്രോബ്ലംസ് ഒക്കെ വളരെ ഡയറക്റ്റ് ആണ്, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിലൊന്നും വരുന്നില്ല. നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. ഡെറിവേഷൻ എന്തായാലും ഇപ്പോഴത്തെ തീയറ്റില്ല. പറഞ്ഞോ, എന്താ ഡെറിവേഷൻ? എന്റെ പേര് വിളിച്ചാൽ തോന്നി.
അപ്പൊ നീ ഇടുന്നില്ലേ? ഉണ്ട് സാർ, അതല്ല ക്ലിയർ ആയില്ല പെട്ടെന്ന്. ലാസ്റ്റ് 6 എഴുതുന്നേ, എങ്ങനെയാണ്? 6 അസംഷൻ എഴുതുന്നതായിരുന്നു. ഓക്കെ. ഇനി ഈ ഒരു ടോപ്പിക് ഒക്കെ റെഫർ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തന്ന ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്താൽ മതി. എന്താണ് ഒരു PDF ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു? ഒരു ഭാവികെട്ടിന്റെ ടെക്സ്റ്റ് ബുക്കും പിന്നെ അതുപോലെ രണ്ടാമത്തെ ഓതറായിരുന്നു. 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ 2 ടെക്സ്റ്റിനെ റെഫർ ചെയ്താൽ മതി. ബേസിക് കാര്യങ്ങൾ മാത്രമാണ്. അതും അതിന്റെ പ്രോബ്ലംസ്. പിന്നെ ഇതുവരെയുള്ള നോട്ട്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ബേസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അറ്റൻഡൻസിലേക്ക് പോകാം.